മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗതക്കുരുക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല. മുരിങ്ങൂർ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. அஞ்சு மணி நேரமா நின்றுருக்கோம். காலையில 1 மணில நின்று விடிகாலையில் நின்றுருக்கிறோம். ഇത് പെരുമ്പാവൂർക്ക് 4 മണിക്കൂറായി. മൂത്രമൊഴിക്കാനോ ഒന്നിനൊന്നും പറ്റിയിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ 2 മണിക്കൂറാണ്. അവിടെ ഇങ്ങോട്ടെത്താം ഇത് വന്നിട്ടില്ല. പക്ഷേ തൃശ്ശൂര് തൊട്ട് മാലിയേക്കര തൊട്ട് ഇതുവരെ ബ്ലോക്ക്. ഒരു കോളെ കണ്ണും ജില്ല. ഇത്രയും വലിയൊരു ബ്ലോക്ക് ഈ ഹൈവേയില് എന്നും അതെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാലങ്ങളായിട്ട് തന്നെ തുറന്നോണ്ടിരിക്കണേ. NH-ന്റെ അത്രയും വലിയ അനാസ്ഥ നടക്കണേ. കാരണം ഇവിടെ മുഴുവൻ ബ്ലോക്കായിട്ട് വണ്ടികള് മണിക്കൂറുകളോളം ഇവിടെ നിൽക്കാണ് വണ്ടികൾ. ഞാൻ തന്നെ ഒരു ഭരണാവശ്യമായിട്ട് പോകാൻ വേണ്ടി നിൽക്കണതാ. 3 മണിക്കൂറോളം ഈ പാലത്തിനായിട്ട് ഇവിടെ വന്ന് വിട്ടിക്കണേ ഒരു സിഗ്നലില്. അത്രയും ബ്ലോക്കാ ഈ വഴി. എത്രയോ മണിക്കൂറുകളായിട്ട് ചരക്ക് വാഹനങ്ങള്, അത്യാവശ്യം ജോലിക്ക് പോകുന്നവര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരൊറ്റ പേർക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, നമ്മൾ ആളുകളുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ അവർക്ക് സഹി കേട്ടിട്ടാണ് പറയുന്നത്. ആശുപത്രിയിൽ പോകാൻ നിൽക്കുന്നവരുണ്ട്, മരണച്ചടങ്ങുകൾക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാവരും പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? മാറുന്നുണ്ടോ കുരുക്ക്? ജയലക്ഷ്മി, നമ്മൾ നേരത്തെ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അവിടെ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. അതേ അവസ്ഥ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ ഗതാഗതക്കുരുക്ക് കുറച്ചുകൂടി രൂക്ഷമാകാനാണ് സാധ്യത. കാരണം ഇപ്പോഴും യാതൊരു വിധത്തിലും ഈ വാഹനങ്ങൾക്കൊന്നും തന്നെ കാര്യമായി പോകാനായി കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കാണുന്നത് പോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോട്ടയിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചാലക്കുടിയും കഴിഞ്ഞ് ഡിവൈനും കഴിഞ്ഞാണ് മുരിങ്ങൂരുള്ളത്. അപ്പോൾ ആ സ്ഥലത്തൊന്നും തന്നെ ആളുകൾക്ക് എത്താനായി പോലും കഴിയുന്നില്ല. അത്രത്തോളം വലിയ ഗതാഗതക്കുരുക്കാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ദേശീയപാതയിലെ ഈ നിർമ്മാണ പ്രവർത്തികളുടെ ഒരു അപാകത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഴികൾ അവിടെ മൂടുന്നില്ല, കൃത്യമായ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തുന്നില്ല. കൂടാതെ ഈ അടിപ്പാതയുടെയും മേൽപ്പാലത്തിൻ്റെയും ഒക്കെ തന്നെ പണികൾ ചെയ്യുന്നത് മൂലം തന്നെ അവിടെയൊക്കെ തന്നെ കൃത്യമായൊരു ഗതാഗത സംവിധാനം ഒന്നും തന്നെ ഒരിക്കലും ഒരുക്കിയിട്ടില്ല. അതാണ് ഈ ഒരു ഗതാഗതക്കുരുക്കിന് കാരണമായി പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ഒരു കാരണവശാലും നമുക്കിപ്പോൾ പറയാൻ പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന ആരും തന്നെ ഈ വഴി പോകരുത് എന്നുള്ളതാണ്. ചാലക്കുടി കടന്ന് യാതൊരു വിധത്തിലും ഈ വിമാനത്താവളത്തിലേക്ക് എത്താനായുള്ള ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വലിയ ബ്ലോക്കാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന ആളുകൾ നേരെ ഇരിങ്ങാലക്കുട മാള വഴി നെടുമ്പാശ്ശേരിയിലേക്ക് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എറണാകുളത്തേക്ക് പോകുന്ന ആളുകൾ, മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ എറണാകുളത്തേക്ക് പോകുന്ന ആളുകൾ നേരെ കൊടുങ്ങല്ലൂർ വഴി പറവൂർ വഴി നേരെ എറണാകുളത്തേക്ക് പോകണം. ഒരു കാരണവശാലും ഈ ദേശീയപാത മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത അത് ഒരു കാരണവശാലും ഇതിലൂടെ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് ഒരു കാരണവശാലും എത്തില്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. കനത്ത മഴ പെയ്യുകയാണ്. ആളുകൾക്ക് ഈ ഗ്ലാസ് തുറന്ന് നമ്മളോട് പ്രതികരണം പറയാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രത്തോളം മഴയാണ്. അഥവാ ഈ ഒരു ദുരിതത്തിൽ കിടക്കുമ്പോൾ മഴയത്ത് ഉള്ള ആളുകൾ, കൂടാതെ ഇന്ധന നഷ്ടത്തെക്കുറിച്ച് ആളുകൾക്ക് പറയാനേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇത്രയേറെ മണിക്കൂറുകൾ ഈ ബ്ലോക്കിൽ കിടക്കുമ്പോൾ എത്രത്തോളം ഇന്ധനം നഷ്ടമാകുമെന്നുള്ളതൊക്കെ അറിയാം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില അത്രത്തോളം ഓരോ ദിവസവും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇതുകൂടി അനുഭവിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ ഇതിലൂടെ പോകുന്ന സഞ്ചാരികളൊക്കെ തന്നെ, ഈ യാത്രക്കാരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കനത്ത മഴ ചാലക്കുടി മേഖലയിൽ നേരത്തെ ഉള്ള അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നീങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഈ ട്രാഫിക് പോലീസൊക്കെ എത്തിയിട്ടുണ്ടോ ഈ സ്ഥലത്തേക്ക്? വാഹനങ്ങൾ ഇടയ്ക്കൊന്ന് ചെറുതായി നീങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് കാരണം ഇടയിൽ എവിടെയെങ്കിലും വെച്ച് വാഹനം കുരുങ്ങിപ്പോയാൽ നമുക്ക് അവിടെ നിന്ന് തിരികെ വരാനോ മുന്നോട്ട് പോകാനോ ഒന്നും തന്നെ കഴിയില്ല. അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കാണ് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും നീങ്ങാത്തത്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതിനേക്കാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയമെന്ന് പറയുന്നത് രാവിലെ ഓഫീസിലേക്കും ഓഫീസിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെയായി ആളുകൾ ഏറ്റവും അധികം പോകുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഇത്രത്തോളം വലിയൊരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. അത് വലിയൊരു ദുരിതം തന്നെയാണ് ഈ റോഡിലുള്ളവർക്ക് എന്തായാലും സമ്മാനിച്ചു വരുന്നത്. ശരി ലിഷോയ്, എന്തായാലും വലിയ കഷ്ടത്തിലാണ് ആളുകൾ എന്നുള്ളത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. മഴ കൂടി ഇപ്പോൾ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയുള്ള ചില പ്രതികരണങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. எல்லா ரோடுமே பாலம் ஃப்ளேவர் வேலை பார்க்குறப்ப சர்வீஸ் ரோடு ஃபுல்லாக பிளாக். 4 hours 5 hours ஆகுது എറണാകുളം പോകാൻ. പാലക്കാട് నుంచి എറണാകുളം പോകാൻ 5 hours ആകും. പുലർച്ചയ്ക്ക് 2 മണിക്ക് വന്നതാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് പാലക്കാട് നിന്ന് വരുവാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റൽ കേസിന് പോവാന്ന്. ഇത് ആദ്യമായിട്ടല്ല, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാരണത്തിൽ മുടങ്ങിയതാന്ന്. അന്ന് മിനിസ്റ്റർക്കും ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തതാണ്. അത് വലിയ ഇതൊന്നും വന്നില്ല അന്ന്. ഇപ്പോൾ ട്രോൾ ഒഴിവാക്കി കിട്ടിയെന്നൊരു ഇതുള്ളൂ. അതിപ്പോൾ പിന്നെ ഇതിനകത്തുള്ള പൈസ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. 10 മണിക്ക് സാധനം എത്തേണ്ട ലോഡാണ്. 5 മണിക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന് ലോഡും കൊണ്ട്. ഇത് 10 മണിയല്ല 12 മണിയല്ല അവിടെ എത്തില്ല. അർഹതപ്പെട്ട ഇതൊന്നും കിട്ടുന്നില്ല അവർക്ക്. അതാണ് ഇതിലെ ദയനീയമായ ഒരു ഇത്. ഇപ്പോൾ ഇവിടുത്തെ ടോള് കണ്ട പാലിയേക്കര ടോള് തന്നെ അതിൻ്റെ കാലാവധി തീർന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എല്ലാവരും പങ്കുവെച്ചെടുക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ആർക്കും ഇതില്ല. പബ്ലിക്കിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല.